നല്ലൊരു സന്തോഷമുണ്ട് മാഷുകളുടെ കയറി കൊണ്ടുവരുന്നതിൽ. ഈ ശരി മഹരം സംസ്ഥയുടെ വളരെ വലിയ ആളോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം അവരോട് കൂടെ ചേർന്നതിന് നമുക്കും സ്വാഭാവികമായിട്ടും ലഭിക്കും. ഇന്ന് ഈ വലിയ പറയാൻ സാധിച്ചത് വളരെ സന്തോഷം. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയം പോലെ മാഷിനോട് നിരന്തരം സംബന്ധിക്കാറുണ്ടായിരുന്നു. മാഷിനെ ടോക്കുകൾ എല്ലായ്പ്പോഴും കാതോട്ടി സെമിനാർ പോകുന്ന സമയത്ത് മാഷിനെ ടോക്കുകൾ എല്ലായ്പ്പോഴും കേൾക്കാൻ ഉപയോഗിക്കുകയും ഇതേപോലെ തന്നെ പഠിച്ചുള്ള ഞങ്ങൾ ഓരോ അധ്യാപകർ എന്റെ ജൂനിയേഴ്സ് ആണ്, ചെയ്യുന്ന സീനിയറാണ്, ചെയ്യുന്ന സീനിയറാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ അതേ രീതിയിൽ മാഷിനെ ടോക്കും ഒരുപോലെ ധാരാളം അധ്യാപകർ ടോക്കൊക്കെ കേട്ട് എത്തിയ വ്യക്തികളാണ്. അപ്പൊ ഇപ്പോഴും മാഷ് ക്ലാസ് കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ അന്നുണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ഓർമ്മയാണ് എല്ലായ്പ്പോഴും. ഏറ്റവും അവസാനമായിട്ട് ഞാൻ മാഷിനൊക്കെ ഞങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മാഷുമായിട്ട് പ്രോഗ്രാം ചെയ്തത് ഓൺലൈൻ കോഴ്സിന്റെ മാഷ് വ്യാകരണത്തിന്റെ ക്ലാസ് നമ്മൾ കൈകാര്യം ചെയ്തു. പൊതുവെ വിദ്യാർത്ഥികൾക്ക് വ്യാകരണം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന വിഷയമാണ്. മാഷ് കൈകാര്യം ചെയ്യുന്ന ശൈലി മനസ്സിലാക്കി എനിക്ക് കൂടി മനസ്സിലായി ഇത്ര ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ വിഷയമാണ് വ്യാകരണം. വളരെ മാഷന്മാരുടെ ഓരോ കാര്യവും എത്ര സൗകര്യപ്രദമായിട്ടാണ് വ്യാകരണം കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായി. അന്ന് എനിക്ക് മനസ്സിലാക്കി കാര്യമാണ്. പിന്നെ നമ്മളെടുക്കുന്ന ഓരോ ക്ലാസ്സിലും അതേ ശൈലിയിൽ ഫോളോ ചെയ്യാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആ ഒരു സ്നേഹം നന്ദി ഞാൻ അറിയിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ നെടുമുടി ഗ്രാമത്തിലാണ് ഞാൻ വരുന്നത്. വസ്തു ചെറിയൊരു ഗ്രാമമാണ്. നിങ്ങൾക്ക് ചിന്തിക്കുന്ന അപ്പുറത്തെ, അതായത് ഞാൻ കേൾക്കി പറയുന്ന കാര്യമുണ്ട്. ഒരു 20 രൂപ ബോക്സ് മേടിക്കണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ പോയിട്ട് മേടിക്കുന്നത് സീരിയസ്ലി അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഗ്രാമമാണ്. എന്റെ വീട്ടിൽ കാറുകളില്ല, ബൈക്ക് മാത്രമേ ഉള്ളൂ, പാടത്ത് നടക്കാറുണ്ട്. പക്ഷെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ഞാൻ എന്റെ സഹോദരി, അച്ഛനമ്മ, ഞങ്ങളെങ്ങനെയാണ് എന്റെ കൊടുക്കുന്നത്. 5ാം ക്ലാസ് സംസ്ഥാനം പഠിച്ചു തുടങ്ങിയതായിരുന്നു. എന്തുകൊണ്ടാണ് അച്ഛനമ്മയാണ് സംസ്ഥാനം ചേർത്തത് എനിക്ക് അറിയില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ സംസ്ഥാനം പഠിക്കാൻ ചേർത്തു. എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു, അതുപോലെ സഹോദരിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. കൂടുതൽ സംസ്കൃതത്തിനോടുള്ള താല്പര്യം വന്നത് സംസ്കൃതം പഠിപ്പിച്ച സെലീന ടീച്ചറോട് സ്നേഹമായിരുന്നു. ആ ടീച്ചറോട് എനിക്ക് പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല. ടീച്ചർ എവിടെയാ ഉള്ളത്, ജീവനോട് ഉണ്ടോന്നും അറിയില്ല. പക്ഷെ വല്ലാത്തൊരു അടുപ്പമായിരുന്നു ടീച്ചറിനോട്. അങ്ങനെ സ്കൂളിൽ സംസ്കൃതം പഠിച്ചു. അത് ഞാൻ മറ്റു സ്കൂളിലേക്ക് മാറി. അവിടെ ഇതുപോലെ ടീച്ചറുമായിട്ട് ഭയങ്കര സ്നേഹം. ടീച്ചർ വീട്ടിൽ പോവുകയും അങ്ങനെ മറ്റൊരു ബന്ധം എന്നൊക്കെ പറയുന്നത്. ടീച്ചർ വീട്ടിൽ പോവുക, ടീച്ചറോട് എന്താ സംഭവിക്കുക, ടീച്ചർ കലോത്സവം, ടീച്ചറോട് നമ്മൾ അധ്യാപകരുടെ ഏറ്റവും അടുത്ത് ഒരിക്കലും ക്ലാസ് നമ്മൾ അവരുടെ ടൂർ പോകുമ്പോഴും അതേപോലെ കലാമേള പോകുമ്പോഴും കലോത്സവത്തിൽ പോകുമ്പോഴൊക്കെ അങ്ങനെയാണ് ടീച്ചറിനോട് അടുപ്പം വന്ന് 8ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് B.Ed ടീച്ചേഴ്സ് വരും. പിന്നെ നമ്മുടെ അഡ്മിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർമ്മയാണ്, ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് അഡ്മിഷൻ ചെയ്തത് സംസ്കൃത ടീച്ചർ. അപ്പൊ എന്നോട് ചെറുതോടാണ് സംസ്കൃത ടീച്ചർ. എല്ലാവരും ഡോക്ടറാണെന്ന് പറഞ്ഞു, ഇൻജിനിയറാണെന്ന് പറഞ്ഞു, നേഴ്സാണെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് സംസ്കൃതം എടുത്തു എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് സംസ്കൃതം എടുത്തതാണ്. പക്ഷെ അതേ സ്കൂളിൽ തന്നെ +1 കിട്ടി. അവിടെ സംസ്കൃതം ഉണ്ടായിരുന്നില്ല. പക്ഷെ സംസ്കൃത സർവകലാശാല സ്കോളർഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാല അധ്യാപകർക്ക് തന്നെ യൂണിവേഴ്സിറ്റി വരാറുണ്ടായിരുന്നു. അങ്ങനെ സംസ്കൃത സർവകലാശാലയോട് ഓഫീസായിട്ട് ജോലി ചെയ്തു. മാഷ സർവകലാശാല വരികയും സ്കോളർഷിപ്പ് മേടിക്കുന്ന സമയത്ത് പറഞ്ഞു സംസ്കൃത താല്പര്യമുണ്ടെങ്കിൽ ഈ കാലിലേക്ക് വരുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ കാലിലേക്ക് പോകുന്നത്. അതുവരെ വളരെ സാധാരണ ഒരു ഗ്രാമത്തിൽ ജീവിച്ച എനിക്ക് കാലി എന്ന് പറയുന്ന അത്യാവശ്യം വലിയൊരു സ്ഥലമാണ്. എനിക്ക് ഒട്ടും ആദ്യമൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ, ആളുകളോടൊത്ത് പൊരുത്തപ്പെട്ടു പോകാൻ, സമൂഹത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഗ്രാമപ്രദേശം വന്നേ. പക്ഷെ സംസ്കൃതം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ അവിടേക്ക് വരുന്നത്. അങ്ങനെ സംസ്കൃത സർവകലാശാലയിൽ വന്നു. വന്ന സമയത്താണ് വിശ്വസിക്കാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് ഗവേഷണ സുഹൃത്തുക്കളോടും ഒക്കെ പരിചയമായി സംസ്കൃതത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇറങ്ങി വരാൻ സാധിച്ചിട്ടുണ്ട്.
വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഗീതോട് പറയും നല്ല സമയം ക്യാമ്പസ് സൂപ്പറാണ്, കുറച്ച് ടീച്ചേഴ്സും നല്ല രസമാണ്, എപ്പോഴും പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഗീത മാസത്തോളം ബയോളജി സയൻസ് ആയിരുന്നു, നേഴ്സിംഗിൽ പോകണമെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ്, ആ ലൈനിലായിരുന്നു അവരുടെ താല്പര്യം. പക്ഷെ എന്നും പോയി എല്ലാ ആഴ്ചയിലും പോയി സംസ്കൃതത്തെ കുറിച്ച് പറഞ്ഞ് അടുത്ത വർഷം കാര്യങ്ങൾ അപ്ലിക്കേഷൻ വെച്ചു സംസ്കൃതത്തിൽ. അങ്ങനെ എന്റെ പുറകെ ഗീതും സംസ്കൃത യൂണിവേഴ്സിറ്റി ഞങ്ങൾ സീനിയർ ജൂനിയറായിട്ട് കുഞ്ഞാമത്തിലാണ് തന്നെ സീനിയർ ജൂനിയറായിട്ട് അങ്ങനെ പഠിച്ചു പോരുകയാണ്. അപ്പം നമ്മളെ പറ്റുന്നതൊക്കെ പഠിക്കാൻ ശ്രമിച്ചു. ഗീതു വരുന്ന യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക്. അപ്പൊ ഏറ്റവും മികച്ചതായിട്ട് ശ്രമിക്കാൻ ഞാൻ എന്റെ അച്ഛനും അമ്മ വളരെ സാധാരണപ്പെട്ട ആളുകളായിരുന്നു, രണ്ടുപേരും കർഷകരായിരുന്നു. അപ്പൊ ഈ നമ്മളുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും എന്തെങ്കിലും ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം വെറും ചെറിയൊരു വീടായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ വീട് ഒരു ഓലക്കുടിയായിരുന്നു. അവിടെ നിന്ന് പിന്നെ പഞ്ചായത്ത് കുറച്ച് പൈസ കിട്ടിയ സമയത്ത് ചെറിയൊരു വീട് വെച്ചു. അവിടെ നിന്നിട്ടാണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും എന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അതിന് സംസ്കൃതം പഠിക്കണം, കാരണം നമ്മളൊരു വിഷയം പഠിച്ചു, അപ്പൊ അതിന്റെ മുകളിൽ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കണം എന്നൊരു ആഗ്രഹം എല്ലായ്പ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. അത് എന്തെങ്കിലും പഠിച്ചു പോകുക അങ്ങനെയൊന്നും നമുക്ക് പാടില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റുമെന്നേ അറിയില്ല, എന്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അപ്പൊ ഡിഗ്രി ജോയിൻ ചെയ്ത വർഷം വീട്ടിൽ പൈസ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ് ചോദിച്ചു, ഞാൻ ജോലിക്ക് പോയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ ഡിഗ്രിക്കാണ് ഓർമ്മയുള്ളത്. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് പൈസ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ശരി ഓക്കെ എന്തെങ്കിലും ജോലി നോക്കാം. അപ്പം കാലിൽ ചേട്ടനെ പരിചയപ്പെട്ടവരോട് പറഞ്ഞു, ഒരു കടയിൽ വേക്കൻസിയുണ്ട്, പച്ചക്കറി കടയാണ്, പോയി വൈകുന്നേരം പോയാൽ മതി, രാവിലെ വൈകുന്നേരം പോയാൽ മതി. അങ്ങനെ ഞാൻ രാവിലെ 7 മണിക്ക് പോകും. 7 മണിക്ക് പോയിട്ട് 8:30 തിരിച്ചു വരും. കടയിൽ തുറന്ന കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് തിരിച്ചു വരും. പിന്നെ നമ്മള് ഹോസ്റ്റൽ ഭക്ഷണം കഴിച്ച് ക്യാമ്പസിൽ പോകും. വൈകുന്നേരം 3:30 കഴിയുമ്പോൾ ക്ലാസ് കഴിയും, നേരെ കടയിലേക്ക് പോകും. വൈകുന്നേരം 8-9 മണിയാകുമ്പോഴത്തേക്കും കടയിലെ പണിയിലെടുത്ത് തിരിച്ചു വരും. അങ്ങനെ കുറച്ച് ഞാൻ പോയി. കുറച്ചെത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു കട ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇത് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പോയില്ല. അപ്പൊ എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, കാലടിയിൽ പ്രത്യേക ധാരാളം ജാതി മരമുള്ള സ്ഥലമാണ്, അപ്പൊ ഒരു വീട്ടിൽ നമുക്ക് ജാതിക്ക പൊട്ടിക്കാൻ പോകാൻ പറഞ്ഞു. അത് ധാരാളം ജാതിക്ക കൊടുത്തരും, ഈ ജാതിക്ക നമുക്ക് പൊട്ടിച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ സുഹൃത്ത് അധികം പറയുകയാണ്, ആളിപ്പോടെ ഇളവള്ളി സ്കൂളിൽ ഹിന്ദി അധ്യാപകരാണ്, കാസർഗോഡ് അധ്യാപകരാണ്. അപ്പൊ ഞാനും അധ്യാപകനും കൂടി ഞങ്ങൾ ജാതിക്ക പൊട്ടിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഗീതനെ കൂട്ടിയൊക്കെ പോയി. കാരണം എന്തെങ്കിലും പൈസ എടുക്കാം, കാരണം വീട്ടിൽ നിന്ന് പൈസ പഠിക്കാൻ കൃഷിക്കാരാണ്. അപ്പൊ അവരോട് എനിക്ക് പൈസ ചോദിക്കാൻ ഒരു മടിയൊക്കെ പോയി. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ജാതി പൊട്ടിക്കാനൊക്കെ പോയി. സൂക്ഷിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാ സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യും. കാരണം രണ്ടുപേർക്കും അത്യാവശ്യം നല്ല മാർക്കായതുകൊണ്ട് സ്കോളർഷിപ്പുകളൊക്കെ അപ്ലൈ ചെയ്തു. കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കൗൺസിലിന് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്ത് അറിയില്ല. എപ്പോഴും പറയും PhD-കാരെക്കാളും കൂടുതൽ പൈസ ഞങ്ങൾക്ക് പറയും. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയർ PG വരെ നമുക്ക് പൈസ സ്കോളർഷിപ്പ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യും, ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു ജോലി നിർത്തി, അതായത് സാധാരണ ജോലി നിർത്തി ഞങ്ങൾ ട്യൂഷൻ പോകാൻ. യൂണിവേഴ്സിറ്റി ഒരുപാട് ആളുകൾ ട്യൂഷൻ പോകുന്ന ഒരുപാട് ആളുകൾ ട്യൂഷൻ പോയി അവിടുത്തെ ഒരു വരുമാനം കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഒരു ദിവസം 4 ഷിഫ്റ്റ് വരെ ഉണ്ട്, രാവിലെ 2 ഷിഫ്റ്റ്, വൈകുന്നേരം 2 ഷിഫ്റ്റ്. ഞാൻ ട്യൂഷൻ എടുക്കുകയും അതോടൊപ്പം പഠിക്കുകയും ചെയ്തിട്ടാണ് പോകുന്നത്. ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ എന്റെ കൂട്ടുകാർക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്, എന്റെ ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പഠിത്തം മാത്രമായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അടങ്ങാണ്ട് ഞങ്ങൾ പറയായിരുന്നു, നിങ്ങളുടെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ലക്ഷ്യം എന്ന് പറയുന്നത് അത് പഠിക്കുക 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 എന്നാണ്. ശരീരം ഓർമ്മയുണ്ട്, പക്ഷെ എപ്പോഴും വരുന്ന വാചകമാണ് പഠിക്കുക പഠിക്കുക പഠിക്കുക. ഇതാണ് നിങ്ങളുടെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ലക്ഷ്യം. അതിനുശേഷം മാത്രമുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് പോവാം, നിങ്ങൾക്ക് സൂത്രവും കർമ്മികളാക്കാം, എല്ലാം ചേർത്ത് ചെയ്യാം. പക്ഷെ ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പഠിക്കണം, വലിയ വിഷയം അറിയണം, അതായിരിക്കണം നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ PG കഴിഞ്ഞു. ഇപ്പൊ PG കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സ്കൂളിൽ 6 മാസത്തേക്ക് സ്കൂളിൽ ഞാൻ
സ്കൂളിൽ ജോലിക്ക് പോയപ്പോഴത്തേക്കും എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന് പക്ഷെ എനിക്ക് PhD പോകണമെന്നുണ്ട്. ആ സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നില്ല, എനിക്ക് സ്കൂളിൽ നിൽക്കുകയാണ്. അപ്പൊ എന്നോട് പ്രിൻസിപ്പൽ സൂര്യ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, സാർ ഇവിടെ നിൽക്കരുത്, കാരണം ഒരു CBSE സ്കൂളാണ്. സാർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സാർ ജീവിതം ഇവിടെ കൊണ്ട് തീരും. സാർ ഒരിക്കലും ഇവിടെ നിൽക്കരുത്, സാർ തീർച്ചയായിട്ടും പോകണം, PhD ചെയ്യണം. അങ്ങനെ ഞാൻ PhD പോയി. ഫസ്റ്റ് വർഷം തന്നെ നെറ്റ് എഴുതിയെടുത്തു, പിറ്റേ വർഷം ചേർത്തു. തൊട്ട് പറയാൻ ഇതും നെറ്റ് ചേർത്ത് എഴുതിയെടുത്തു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സമ്മതിക്കാൻ രണ്ടുപേരും എനിക്കും ഗീതവും എല്ലാവരും എപ്പോഴും ഞങ്ങൾ പലപ്പോഴും ഒന്നുകിൽ ഫിലോസഫി ആയിരിക്കാം, അല്ലെങ്കിൽ വ്യാകരണമായിരിക്കും, എന്തെങ്കിലുമൊക്കെ പലപ്പോഴും അടിപൊളിയുണ്ട്. ഞാൻ ഒരു പരിധിവരെയൊക്കെ ശങ്കരാചാര്യ കുറിച്ച് പറയുമ്പോൾ ഗീത പറയുന്ന സംഗീതർശനമാണ് കേരളം. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുവാദവും തർക്കമൊക്കെ, കാരണം ഞങ്ങളുടെ വീട്ടിൽ എല്ലായ്പ്പോഴും ചർച്ച ചെയ്താണ്. ഞങ്ങൾ വെറുതെ നടക്കുമ്പോഴും അല്ലെങ്കിൽ പരീക്ഷയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സംസ്കൃതത്തെ കുറിച്ചിട്ടോ ഇങ്ങനെ ഞങ്ങൾ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഘട്ടങ്ങളിലൂടെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയി, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോയി. ശേഷം പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയോട് കൂടിയിട്ടാണ് മനസ്സിലാവുന്നത് സംസ്കൃതത്തിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒന്നോ രണ്ടോ സ്കൂളുകളിലോ കോളേജുകളോ അല്ല. ഇതിനപ്പുറം ഒരുപാട് സാധ്യതകൾ ഈ സംസ്കൃതത്തിനുണ്ട്. കാരണം നമ്മളെല്ലായ്പ്പോഴും ഇവിടെ സ്കൂളുകളിൽ ഡിഗ്രി വരുന്നു, PhD പോകുന്നു, PhD വരുന്നു, അവിടെ കൊണ്ട് നിർത്തുകയാണ്. അവിടെ അല്ല നമ്മളുടെ സംസ്കൃതത്തിന്റെ സാധ്യത എന്ന് പറയുന്നത്. പുതിയ പുതിയ സ്ഥാപനങ്ങളുണ്ട്, നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ അവിടെ പോയി ഏകദേശം ഒരു വർഷത്തോളം ഞാൻ പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് സംസ്കൃതം നമ്മൾ ഇന്ന് പഠിക്കുന്ന സംസ്കൃതം ആരിലൊന്നും അല്ല പോകേണ്ടത്. സംസ്കൃതത്തിൽ ധാരാളം സാധ്യതകളുണ്ട്, അനന്ത സാധ്യതകളാണ്. ആദ്യമൊക്കെ പറയാറുണ്ടായിരുന്നു സംസ്കൃതത്തിൽ ഒരുപാട് സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കും. ഇത്രമാത്രം സാധ്യത ഉണ്ട്, ഇതെന്താ കുറച്ച് ശ്ലോകവും കുറച്ച് സുഭാഷിതവും കുറച്ച് കഥകളും കുറച്ച് അലങ്കാരവും പുസ്തകമല്ലേ? അല്ല, ഏത് വിഷയത്തിനോടും സംസ്കൃതത്തിനെ കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് കഴിയും. അതാണ് സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് വിഷയം എടുത്തോട്ടെ, വിജയമായി സംസാരിക്കുന്ന ആലോചിക്കായിരുന്നു. നമുക്കിവിടെ 13 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനോടും നമുക്ക് സംസ്കൃതത്തിൽ കൂടി ചേർന്നുകൊണ്ട് ഓരോ സെമിനാർ ചെയ്യാൻ സാധിക്കും. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, നമുക്ക് സംസ്കൃതത്തെ രസശാസ്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. ബോട്ടണി ആയിക്കോട്ടെ, വൃക്ഷാരോഗ്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഫിസിക്സ് ആയിക്കോട്ടെ, ഫിസിയോളജിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, കേരള ലളിത സിദ്ധാന്തം അല്ലെങ്കിൽ ഭാരതീയ ലളിത സിദ്ധാന്തമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളെയും പറയാം. അങ്ങനെ ഏതൊരു വിഷയത്തിനോടും സംസ്കൃതത്തെ കൂട്ടിച്ചേർത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അവിടെ പോയതിനു ശേഷം മനസ്സിലായി. അവിടെ നിന്നുകൊണ്ട് ഞാൻ പിന്നെ മറ്റൊരു പ്രോജക്റ്റ് അപ്ലൈ ചെയ്തു. എനിക്ക് IIT മദ്രാസ് സംസ്ഥാനകാലം പറയണം, IIT മദ്രാസ് സാധ്യതയുള്ളതായി ചിന്തിച്ചിട്ട് പോലും വരുന്ന സമയത്താണ് ഞാൻ IIT മദ്രാസിൽ പോകുന്നത്. ഞാൻ ഇതിലൂടെ അപ്ലൈ ചെയ്തു. അസ്പെയർ പ്രോജക്റ്റ് ആയിരുന്നു, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ മറ്റു IIT മദ്രാസിൽ പോയി. അത് മറ്റൊരു ഓപ്പണിംഗിലേക്കാണ് പോയത്. കാരണം ഞങ്ങളുടെ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജർമ്മൻകാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. സംസ്കൃതത്തിനെ നമ്മൾ അതുവരെ പഠിച്ച ഒരു ലൈനിലേക്കല്ല പോകേണ്ടത്, കുറച്ചുകൂടി മറ്റൊരു തരത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നത് മനസ്സിലായി. പിന്നെ പോണ്ടിച്ചേരിയിൽ തന്നെ ശ്രീനിവാസാറും ശമസാനൊക്കെ ശമസാനൊക്കെ ആളുകൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിക്കും. അവർക്ക് തന്നെ സംസ്കൃതത്തിന് അനന്ത സാധ്യതകളെ കുറിച്ച് മനസ്സിലാവുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയും പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് പോവുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷം പിന്നീടാണ് ഇതിന്റെ അവസരം വരുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 യൂണിവേഴ്സിറ്റി ഒന്നായ യൂണിവേഴ്സിറ്റിയാണ് ETH യൂണിവേഴ്സിറ്റി. സ്വിറ്റ്സർലൻഡിലുള്ള സ്യൂറിക്കിലുള്ള ETH യൂണിവേഴ്സിറ്റി വേൾഡിലെ 10 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ 6 7 സ്ഥാനമാണ്. ആലോചിച്ചോളൂ, ലോകത്ത് എത്രത്തോളം യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ 10ാം സ്ഥാനത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പോയി ഒരു പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചു, അവിടുത്തെ കണ്ടിനോട് കൂടി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സംസ്കൃതം എവിടെ വരെ സാധ്യതയുണ്ട് എന്നുള്ളത്. ഇപ്പൊ യൂറോപ്പിലുള്ള ഒരുവിധ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സംസ്കൃതത്തിൽ ധാരാളം ഫണ്ടിങ് പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ കേരളത്തിലായിക്കോട്ടെ, കേരളത്തിന് പുറത്തേക്കായിക്കോട്ടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ഒരുപാട് സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിയതൊക്കെ ഇവിടെയൊക്കെ പോയതുകൊണ്ടാണ്. പലപ്പോഴും സംസ്കൃതക്കാരുടെ പ്രശ്നം എനിക്ക് ഇത്രയും മതി, ഞാൻ ഇവിടെ കൊണ്ട് തീർക്കും എന്ന് വിചാരിച്ച് അവിടെ ഒതുങ്ങി പോകും. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അധ്യാപകർ പറഞ്ഞു, നമുക്ക് വൈകുന്നേരത്തെ
സാധ്യമാകുമെങ്കിൽ വാക്യാർത്ഥം ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. കാരണം നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ട് എല്ലായ്പ്പോഴും. എന്നാൽ മാത്രമേ നമുക്ക് സംസ്കൃതത്തിലെ പുതിയ മേഖലകളെ കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും പഠിക്കാനും സാധിക്കുള്ളൂ. ഇത്രയൊക്കെ പറയാനുള്ളത് മാസ്റ്റർ ഒരുപാട് സന്തോഷം. എനിക്ക് പറയാൻ ഒരുപാടുണ്ട്, മാഷിന് പോകേണ്ടതുണ്ട്, ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ട്. വാസ്തവത്തിൽ സംസ്കൃതത്തിന്റെ മേഖലയായിട്ട് ഞാൻ ഒരിക്കലും സ്കൂളിൽ ഒരു കാര്യം പറയാം. +2 പഠിച്ചുകൊണ്ട സമയത്ത് +2 എന്തിനാ പോകുന്നത് ഇപ്പൊ ഞങ്ങൾ സംസ്കൃതത്തിനാണ് പോകുന്നത്. അന്ന് സംസ്കൃതം നീ പോളിടെക്നിക്കൽ പഠിക്കാം, പിന്നെ ഗൾഫിലോട്ടൊക്കെ പോയല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, എനിക്ക് സംസ്കൃതം താല്പര്യം. സംസ്കൃതം പഠിക്കാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഞാൻ സംസ്കൃതം പഠിക്കാൻ പോകുമ്പോൾ മനസ്സിലായി സംസ്കൃതം എത്ര പഠിച്ചാലും തീരുന്നില്ല. മറ്റൊരു പരിധിയോട് പഠിക്കുന്നത് എത്ര പഠിച്ചാലും തീരാത്ത വിഷയമാണ്. സംസ്കൃത വ്യാകരണം എടുത്തോട്ടെ, ന്യായം എടുത്തോട്ടെ, സാഹിത്യം എടുത്തോട്ടെ, ഏത് വിഷയമാണെങ്കിലും എത്ര വായിച്ചാൽ തീരുന്നില്ല, ഞാൻ പഠിച്ചാലും തീരില്ല. അതിനോട് എപ്പോഴും പറയും സംസ്കൃത നമ്മളൊക്കെ തന്നെ മഹാപണ്ഡിതന്മാരൊക്കെ വലിയൊരു സമുദ്രമാകുമ്പോൾ അതിന് തീരത്ത് നിന്ന് ഒരു തുള്ളിയെങ്കിലും കോരിക്കെടുക്കാൻ കോരി കുടിക്കാൻ പറ്റുമോ എന്ന് നമ്മളെല്ലായ്പ്പോഴും ആകാംക്ഷ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്നത് നല്ലപോലെ പഠിക്കണം, വായിക്കണം എന്നുള്ളത് തന്നെ. എന്തായാലും നല്ലൊരു സന്തോഷം ഇതുവരെ സാധിച്ചതും നിങ്ങളോട് സംവദിക്കാൻ സാധിച്ചതും. ഇന്ന് ഇവിടെ ഞാൻ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംസ്കൃതം പഠിച്ചത് മാത്രമാണ്. എല്ലാവരോടും തുറന്നു പറയുന്ന കാര്യം. എനിക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, PSC UGC കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഏകദേശം 350ഓളം കുട്ടികൾ ഒറ്റ വർഷം കൊണ്ട് വന്നിട്ടുണ്ട്. ഒറ്റ വർഷം കൊണ്ട് നല്ലൊരു വിജയം അതിൽ ഞങ്ങളുടെ കുട്ടികൾ പോകുന്നുണ്ടാവാൻ സാധിച്ചതൊക്കെ തന്നെ അത് ഈ സംസ്കൃതത്തിൽ വന്നോണ്ട് മാത്രമാണ്. സംസ്കൃതം ഒരു പൊതു ട്രെൻഡ് എന്ന് പറയുന്നത് സംസ്കൃതത്തിനെ 4 ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ പണ്ഡിതന്മാരാകുന്ന ഒരു കാലഘട്ടത്തിൽ